ഹായ് എവരിവൺ, വെൽക്കം ടു XNY USS. അപ്പോൾ നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ USS നമ്മൾ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആൻസർ കീ പ്രൊഫഷണൽ ആൻസർ കീ വന്നു, അതിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് നമ്മുടെ കുട്ടികളൊക്കെ കമന്റ് ഡൗൺ ചെയ്തു. അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മാറ്റിയിട്ടുള്ളത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ കാണാത്ത പോലെ അല്ലെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്രാവശ്യം കറക്ഷൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസ് അല്ലെ USS നമ്മുടെ USS UCL ചലഞ്ച് 2025 അടിപൊളിയായിട്ട് ചെയ്ത സ്റ്റുഡൻസിന് നല്ല സ്കോറുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാ വീക്കിലും അറ്റംപ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് നമ്മളുടെ ഇത്രയും ക്ലാസ്സുകൾ കണ്ട് ഒരുപാട് സ്റ്റുഡൻസ് കമന്റ് ഡൗൺ ചെയ്യുന്നത്. എനിക്ക് 70+ സ്കോർ ഉള്ളവരുണ്ട്, ഒരുപാട് സ്റ്റുഡൻസിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ റെക്ടിഫൈഡ് ആൻസർ കീ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതുവരെ കാണാത്തതുപോലെ നമ്മളുടെ USS എന്താണ് ഒരു 7ഓളം ചോദ്യങ്ങളിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇതിൽ ഇൻ കേസ് ചിലപ്പോൾ മലയാളം ഇംഗ്ലീഷിലും തെറ്റുള്ളതായിരിക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെയാണ് സെറ്റ് കീ എന്നുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ OMRന്റെ കോപ്പി അവർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ ഫോർ USS എക്സാമിനേഷൻ February 2025 ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ഷീറ്റ് കണ്ടിട്ടില്ല അല്ലെ. സോ നമ്മുടെ ഫസ്റ്റ് മലയാളം BTയിൽ നമുക്ക് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ റിമാർക്സ് ആയിട്ട് കൊടുത്തത് റോങ് ക്വസ്റ്റ്യൻ എന്നാണ് അല്ലെ. ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ അതിന്റെ റെക്ടിഫിക്കേഷൻ ആയിട്ട് കൊടുത്തത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 7 ചോദ്യങ്ങൾ നമ്മുടെ USS ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് ഫൈനലി വന്ന നോട്ടിഫിക്കേഷനിലുള്ളത്. അപ്പൊ നമ്മുടെ മലയാളത്തിലെ ചോദ്യങ്ങൾ നോക്കാം. സെറ്റ് എയില് 18, 28 നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. സെറ്റ് ബിയില് 23, 26, സെറ്റ് സിയില് 21, 24, സെറ്റ് ഡിയില് 20, 25. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് സെറ്റ് എയിലെ 2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് 2 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് റോങ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒന്ന് പദങ്ങൾ ചേർത്ത് എഴുതിയപ്പോഴുള്ള വ്യത്യസ്തത പുലർത്തുന്ന ഏതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് വന്നിട്ടുള്ളത് തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ആണല്ലോ അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ മലയാളത്തിലെ 2 ചോദ്യങ്ങള്. ഇനി മാത്സില് നമുക്ക് 33, 46, 45, 38 ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ABCD എന്ന സെറ്റിൽ ഈ ഒരു നമ്പേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് റോങ് ആയിട്ട് വന്നിട്ടുള്ളത്. ക്യാൻസൽ ആണ്. നിങ്ങൾ എപ്പോഴും ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ സെറ്റ് ഏതാണ്. ഓടി പോയിട്ട് 18, 28 നോക്കല്ല വേണ്ടത്. സെറ്റ് ഏതാണ് നോക്കാം. അപ്പൊ 33 സെറ്റ് എയിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏരിയ ഓഫ് സ്ക്വയർ 484. എന്നിട്ട് അതിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ അതായത് അതിന്റെ വിസ്തീർണം കുറയാണ് ചെയ്യുക, അതായത് ഹാഫ് ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ ഇൻ കേസ് ഇനി ഇതിന്റെ മലയാളത്തിലാണോ മിസ്റ്റേക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ഡൗൺ ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ പേപ്പർ 1-ൽ 3 ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ 2-ൽ 4 ക്വസ്റ്റ്യൻ എഴുതിയ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പൊ അതിൽ ഇംഗ്ലീഷ് നമ്മൾ നോക്കിയാൽ ഇംഗ്ലീഷില് 13, സെറ്റ് എയില് 13, സെറ്റ് ബിയില് 14, സെറ്റ് സിയില് 13, സെറ്റ് ഡിയില് 15. അപ്പൊ ഇത് അടുത്തടുത്തുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ നമ്മളുടെ ബേർഡ് കെയിം ഡൗൺ ദ വാക്ക് എന്ന് പറഞ്ഞ പോയം തന്നിട്ട് അതിൽ നിന്ന് 3 ചോദ്യം ഉണ്ടായിരുന്നു. 13, 14, 15 എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഷഫിൾ ആയിട്ടായിരിക്കും ഓരോന്നിലും ഉണ്ടാവാം. സെറ്റ് എയില് 13ാമത്തെ ചോദ്യം. അപ്പൊ ഇതിൽ 2 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ട് ഓൾറെഡി ഈ 2 ഓപ്ഷൻസും റൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ റോങ് ആണ്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ രണ്ടാമത്തെ പേപ്പറിൽ ബേസിക് സയൻസ് 2 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 23, 31 സെറ്റ് എയില്, 16, 21 സെറ്റ് ബിയില്, 21, 27, 19, 34 സെറ്റ് സിയും സെറ്റ് ഡിയും. നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ ഇതെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ ചെയ്തിട്ട്. അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. ഇപ്പൊ റോങ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ പ്ലെയിൻ മിറർ ഇസ് നോട്ട് കറക്റ്റ്. ഇത് നമ്മൾ ഓൾറെഡി ലൈവ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാണിച്ചല്ലേ. നമ്മളുടെ എന്താണ് ഒബ്ജക്റ്റ് ടു മിറർ ഡിസ്റ്റൻസും ഇമേജും അത് ഡബിൾ ആവാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ റോങ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലൈവിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കുറെ പേര് കമന്റ് ഡൗൺ ചെയ്തിട്ട് പിന്നെ കുറച്ച് പേര് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു സോളാർ എക്ലിപ്സിന്റെ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ എന്തോ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ ചേഞ്ച് ചെയ്തിട്ടുള്ള മാർക്ക് അല്ലെ, എല്ലാ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് എക്സ്പെക്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ഡൗൺ ചെയ്യുക. 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് സയൻസിൽ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്
സോഷ്യൽ സയൻസിൽ. അപ്പൊ സെറ്റ് എ 41, സെറ്റ് ബി 43, സെറ്റ് സി 54, സെറ്റ് ഡി 45. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റോങ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അല്ലെ. ഇതിന്റെ റെക്ടിഫിക്കേഷൻ ആയിട്ട് കൊടുത്താൽ ഇതൊക്കെ ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ 7 മാർക്ക് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചേഞ്ച് ഉള്ളത് കൊണ്ട് ഇവര് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാണോ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടില്ല. ഇത്രയും ചേഞ്ച് വന്നുകൊണ്ട് ഇനി ബാക്കിയുള്ളതിന്റെ 70% ആണോ അല്ലെങ്കിൽ ഇതിന് എല്ലാവർക്കും ഫുൾ മാർക്ക് 7 മാർക്സ് കൊടുക്കുകയാണോ എന്നുള്ളതൊന്നും ഒഫീഷ്യലി വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അത് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ഈ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, മാർക്സ് ചേഞ്ച് ഉണ്ടോ, തെറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലെ. Yes, find the non-metallic mineral from the following. അതിൽ പെട്രോളിയം ഡയമണ്ടും കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി മോസ്റ്റ് സ്യൂട്ടബിൾ ഡയമണ്ട് ആണ്. ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിരുന്നു. ഈ രണ്ടും ഓപ്ഷൻസ് കറക്റ്റ് ആണ്. ഇതും റോങ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ എന്താണ് കുറച്ചു കാലം മുന്നേ നമ്മൾ ആകെ എഴുതുന്ന ഒരു എക്സാം USS ആയിരുന്നു. നിങ്ങൾ 8ലും 9ലും 10ലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനുണ്ട്. ഇപ്പൊ ഒളിമ്പ്യാഡ് പരീക്ഷകളൊക്കെ കുറെ പേര് എഴുതുന്ന ഒരു ടൈമാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് അറിഞ്ഞു വരുന്നത്. നമുക്കൊന്നും അറിയില്ലായിരുന്നു. അതെ, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് USS കിട്ടിയില്ല അല്ലെ, USS കിട്ടി വാട്ടർ അല്ലെ, രണ്ടിരുന്നാലും ആ ഒരു ഇത് കഴിഞ്ഞു. ഇപ്പൊ റിസൾട്ട് ഒന്ന് നോക്കണം, റെക്ടിഫൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് പുതിയ പരീക്ഷകൾ എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒരുപാട് എണ്ണം ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് ഇത്രയും പരീക്ഷകള് എക്സാംസ് ആണ്, ഒരുപാട് എക്സാംസ് വേറെ ഇതിലെല്ലാം എഴുതാനല്ല, ഇതിൽ പറ്റുന്ന ടെസ്റ്റുകളും നിങ്ങൾ എഴുതണം എന്നുള്ളതാണ്. അപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളുടെ എക്സാൻവയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം ഒളിമ്പ്യാഡിലൊക്കെ നല്ല റിസൾട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പരീക്ഷകൾ എഴുതണം എന്ന് താല്പര്യമുള്ളവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫൗണ്ടേഷൻ പോലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും ആൻഡ് നമ്മൾ കുറച്ചുകൂടെ നല്ല എക്സാംസ് എഴുതും. ഇപ്പൊ നമ്മളൊരു എൻട്രൻസ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നമ്മൾ എന്താണ് പണ്ടൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്കൂളിൽ പോവാ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മളൊരു വർഷം നമ്മള് വെറുതെ കളയണം. നമുക്ക് ഈ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോയി കോമ്പറ്റീഷൻ കുറച്ചും കൂടെ താഴേക്ക് വന്നിട്ടുണ്ട് അല്ലെ. 8, 9, 10 കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. നമുക്ക് റിപ്പീറ്റേഴ്സിനും കുറവാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ +2 തന്നെ നിങ്ങൾക്ക് നല്ലൊരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ടൈം ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നേ ടെൻഷൻ അടിക്കുക എന്നുള്ളതല്ല, ഇപ്പോഴേ ചെറിയ സ്റ്റെപ്സ് നമ്മളെപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാന്നുള്ളതാണ് എന്ത് വലിയ കാര്യമായിട്ട് വരുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. സോ നമ്മളുടെ എക്സാൻവയുടെ ഫൗണ്ടേഷൻ കോഴ്സ് പഠിപ്പിക്കുന്ന അല്ലെ, നമ്മുടെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ക്രാക്ക് ചെയ്ത് പ്രസ്റ്റീജിയസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. സോ നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ കോഴ്സ് എന്താണ് യൂഷ്വലി നമ്മളൊരു ട്യൂഷന് പോകുന്ന പോലെയാണോ എന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട് അല്ലെ. അങ്ങനെ ഒരു കോഴ്സ് അല്ല നമ്മുടെ ഫൗണ്ടേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫൗണ്ടേഷനിൽ നമുക്കുള്ളത് നമ്മൾ എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സും ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്ത് അതിന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വെച്ച് ദെൻ അതിന് നമുക്ക് ലൈവ് സെഷൻസ് അല്ലെ. ആൻഡ് നമ്മുടെ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി മുഴുവൻ ഇരുന്ന് പഠിപ്പിക്കുകയല്ല, നമ്മുടെ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യുക, നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിനും യൂണിറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ പാരന്റ്സിനുള്ള ഏറ്റവും വലിയ കൺസേൺ ആണ് ഓൺലൈൻ ആയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാ കുട്ടീന്റെ കാര്യങ്ങളൊക്കെ സോ അതിന് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ മെന്റർഷിപ്പ് ഉണ്ട്. സോ നമ്മുടെ മെന്റേഴ്സ് എന്താണ് 24/7 നിങ്ങളുടെ കുട്ടികളെ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എക്സാൻവയുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ വിവിധ കോമ്പറ്റേറ്റീവ് പരീക്ഷകളെ പറ്റി അറിയണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ആ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ USS സ്റ്റുഡൻസ് മാർക്ക് ഇടാൻ മറക്കരുതല്ലേ. അവരുടെ ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള മാർക്ക് നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യാം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കമന്റ് ഡൗൺ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫ്രീ മാർക്സ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നതൊക്കെ കറക്റ്റ് ടൈമിൽ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.